Hello everyone, welcome to the class. Hope you all are fine and safe. And I believe that you had watched the Appreciating Fiction Class 1 where you had seen the evolution of English novels along with famous American novels and Indian novels in English. So we are moving on to the theoretical part following the textbook Appreciating Fiction, meant for English language and literature students of Calicut University, edited by Dr. Ramesh K.G., Ramachandran K. and Ashwin Vijayan. So we are dealing with the module 1 where we can find few aspects. We mentioned it in the last class. We can begin with fiction. So in this class we can go through the different aspects of fiction such as novel, short story and novella, and the major elements in fiction such as plot, character and atmosphere. Let's begin. First one, what is fiction? Fiction is any narrative about invented characters and events. Works of fiction are the products of imagination and usually they do not claim to be real or factual. In this inclusive sense, fiction encompasses a wide array of narratives including stories, fables, fairy tales, myths, legends, epics, narrative poetry, plays, other theatrical performances, films, many television programs, radio drama, etc. In a narrower yet popular sense, fiction refers to invented narratives in prose and encompasses three major genres in literature: the novel, the short story, and the novella. So basically fiction എന്ന് പറയുന്നത് ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണ്. ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ആയിക്കോട്ടെ, ഇവൻസിനെ ആയിക്കോട്ടെ, അത് ഭാവനയിൽ നിന്നും വിടർത്തിയിട്ടുള്ള കഥയെന്ന് പറയുന്നത് എപ്പോഴും അത് പ്രോഡക്ട്സ് ഓഫ് ഇമാജിനേഷനാണ്. ഡെഫിനറ്റ്ലി ചിന്തിച്ച് ഉരുത്തിരിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി സെറ്റ് ടു ബി റിയൽ ഓർ ഫാക്ച്വൽ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദിസ് ഫിക്ഷൻ എവ്രിവെയർ. സ്റ്റോറീസിൽ കാണാം, ഫേബിൾസിൽ കാണാം, മിത്തിൽ കാണാം, എപ്പിക്കുകളിൽ കാണാം, പോയട്രിയിൽ കാണാം ഫിക്ഷൻ, അതുപോലെ നാടകങ്ങളിൽ കാണാം, ഫിലിംസിൽ കാണാം. ബട്ട് mainly in a popular sense we can say, or when we refine this particular genre, we can say that fiction is an invented narrative in prose. ഗദ്യരൂപത്തിലുള്ള ഇൻവെൻറ്റഡ് നറേറ്റീവ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫിക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 മേജർ ക്ലാസിഫിക്കേഷൻ ഇൻ ലിറ്ററേച്ചർ. ദേ ആർ ദി നോവൽ, ദി ഷോർട്ട് സ്റ്റോറി ആൻഡ് ദി നോവല്ല. So now we are going to see these 3 things. What is a novel? A novel is defined as an extended fictional narrative in prose, usually long enough to warrant separate publication. സോ ബേസിക്കലി നോവൽ എന്ന് പറയുന്നത്, നോവൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ന്യൂ എന്നൊക്കെയാണ്. എനിവേ നോവൽ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ഫിക്ഷണൽ നറേറ്റീവാണ്. പിന്നെ ഇംഗ്ലീഷ് നോവൽസിനെ സംബന്ധിച്ചിടത്തോളം വി ക്യാൻ ഫൈൻഡ് ദ ഇൻഫ്ലുവൻസസ് ഫ്രം മിഗ്വൽ ഡെ സെർവാൻറ്റസ്. അദ്ദേഹത്തിൻ്റെ ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന നോവൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ മാഡം ഡെ ലാ ഫൈറ്റേസിൻ്റെ ലാ പ്രിൻസസ് ഡെ ക്ലേവ്സ് എന്ന് പറയുന്ന മറ്റൊരു വർക്ക്, ഫ്രാൻസിലെ തന്നെ മറ്റൊരു വർക്കിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. 18th സെഞ്ച്വറി ഓർ 17-18 സെഞ്ച്വറിയിലേക്ക് വരുമ്പോഴാണ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ആദ്യത്തെ ഒരു ഫിക്ഷണൽ വർക്ക് എന്നോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നോവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള റോബിൻസൺ ക്രൂസോ, ഡാനിയൽ ഡെഫോൻ്റെ റോബിൻസൺ ക്രൂസോ വരുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മോൾ ഫ്ലാൻഡേഴ്സ്. റിയലായിട്ടും നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് പോലെ നോവലിൻ്റെ ശരിക്കുള്ള ഒരു ഫോം തുടങ്ങുന്നത് ഇറ്റ് വാസ് ഇൻ 18th സെഞ്ച്വറി ബൈ സാമുവൽ റിച്ചാർഡ്സൺ. ഹിസ് വർക്ക് പമേല ഓർ വിർച്യു റിവാർഡഡ് എന്ന് പറയുന്ന പമേല എന്നുള്ള ടൈറ്റിലർ ക്യാരക്ടറിൻ്റെ കഥ പറഞ്ഞ് പോകുന്ന, അവളുടെ ആ പരിശുദ്ധി അവൾ കാത്തു സൂക്ഷിക്കാൻ എത്രമാത്രം പണിപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്, അതിന് അവസാനം കിട്ടുന്ന മനോഹരമായിട്ടുള്ള ഒരു ദാരിദ്ര്യമൊക്കെ മാറി ധനികമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് അവൾ എത്തുന്നതും, അങ്ങനെ അതാണ് ആ ടൈറ്റിൽ തന്നെ അതിൻ്റെ സിഗ്നിഫൈ ചെയ്യുന്നത്. പമേല ഓർ വിർച്യു റിവാർഡഡ്, ഹർ വിർച്യു ഹാഡ് പെയ്ഡ് ഇൻ ഹർ ഫ്യൂച്ചർ ലൈഫ് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു എപ്പിസ്റ്റോളറി നോവലാണ് പമേല എന്ന് പറയുന്നത്. എപ്പിസ്റ്റോളറി നോവൽ മീൻസ് പമേലയുടെ ഈ സ്റ്റോറി പോകുന്നത് വിൽ ഗെറ്റ് ടു നോ ദ പ്ലോട്ട് ആൻഡ് ദ ക്യാരക്ടേഴ്സ് ഫ്രം
from the letters. Epistolary means novel written in the form of letters. നമുക്കത് പിന്നീട് കാണാം, പലതരത്തിലുള്ള നോവലുകളുണ്ട്. ഈ പറയുന്ന പോലെ വേഴ്സ് ഫോമിൽ വരുന്നതുണ്ട്, എപ്പിസ്റ്റോളറി നോവലുണ്ട്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സ്റ്റൈലുകൾ നോവലിന് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് പമേല ഇറ്റ് ഹാസ് ഫോളോഡ് ദിസ് എപ്പിസ്റ്റോളറി സ്റ്റൈൽ. ലെറ്റർ രൂപത്തിലാണ് കഥ പോകുന്നത്. ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതുന്ന രീതിയിലാണ് രൂപത്തിലാണ് ആ നോവൽ ഇരിക്കുന്നത്. ആൻഡ് 19th സെഞ്ച്വറിയിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ കുറച്ചും കൂടെ റിയലിസം ഓർ നാച്ചുറലിസം ഡോക്ട്രിൻസ് ഒക്കെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കാണാൻ പറ്റും ത്രൂ ദ വർക്ക്സ് ഓഫ് ഓണർ ഡെ ബൽസാക്, ഗുസ്താവ് ഫ്ലോബർട്ട് ഓർ എമിലി സോള ഇൻ റഷ്യ with Alexander Pushkin or Fyodor Dostoevsky, Leo Tolstoy, and in England we can see Jane Austen. Jane Austen novels in a novel of manners എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ ഒരു 18th സെഞ്ച്വറിയിലെ മെയിനായിട്ടും 1819ലേക്ക് കിടക്കുന്ന ആ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിലെ ആ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലുള്ള കാര്യങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും ഹിപ്പോക്രസിയും ഒക്കെ വന്നു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നോവൽസിൽ. സർ വാൾട്ടർ സ്കോട്ടിൻ്റെ നോവലായിക്കോട്ടെ, വില്യം മാക്പീസ് താക്കറയുടെ നോവലായിക്കോട്ടെ, or Charles Dickens. As we mentioned in the last video, Charles Dickens ആണ് ആ ഒരു 19th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൻ്റെ ആ ഇൻഡസ്ട്രിയലൈസേഷനും ആ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫിയൊക്കെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വർക്ക്സ് അദ്ദേഹത്തിൻ്റെ നോവൽസിലാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. And moving on, we can find George Eliot, Thomas Hardy and all that. And in United States, there is Nathaniel Hawthorne's in the Scarlet Letter, അതുപോലെ ഹെർമൻ മെൽവിലിൻ്റെ Moby Dick or Mark Twain, Huckleberry Finn, Adventures of Tom Sawyer or Henry James. ഈ പറയുന്ന റൈറ്റേഴ്സിനൊക്കെ ഈ കാലഘട്ടത്തിൽ 19th സെഞ്ച്വറിയിലാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് 20th സെഞ്ച്വറി again a kind of experimentation came to this particular genre of literature, that is modernism, postmodernism, post-structuralism. ഇതിൻ്റേതായിട്ടുള്ള ആസ്പെക്റ്റുകളൊക്കെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഇറ്റ് വാസ് എവിഡൻറ്റ് ഇൻ ആർട്ട്, particularly paintings and all that, and definitely it took its way to literature also. So we can find these aspects, the stream of consciousness technique and all that. So we can find James Joyce there, the person who had pioneered that particular style, Marcel Proust or Franz Kafka, Thomas Mann, Virginia Woolf, William Faulkner, D.H. Lawrence, John Fowles, Ernest Hemingway or Toni Morrison, Margaret Atwood, V.S. Naipaul, Salman Rushdie like varumbothekkum, or Gabriel Garcia Marquez, we know people who emerged with the magical realism technique and all that in their works. So ഇങ്ങനെ നോവലിൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. നോവൽ എന്ന് പറയുന്നത് ഏതൊരു ആർട്ട് ഫോമിനെയും പോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിനിടയിൽ വി ക്യാൻ സീ ദാറ്റ് വാട്ട് എവർ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ആർട്ട് ഓർ പെയിൻറ്റിങ്, ഇറ്റ് ഹാഡ് എഫക്റ്റഡ് ദിസ് ലിറ്റററി വർക്ക്സ് ഓൾസോ. നാച്ചുറലിസം ആയിക്കോട്ടെ, റിയലിസം ആയിക്കോട്ടെ, ഇതൊക്കെ ആദ്യം വരുന്നത് ഈ പറയുന്ന ഇസംസൊക്കെ ആദ്യം എപ്പോഴും ഉണ്ടാകുന്നത് പെയിൻറ്റിങ്ങിലാണ്. ഈവൺ അവോങ്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമ്മൾ അബ്സേർഡിസത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിഫ്ലക്ഷൻസ് ഈ പറയുന്ന നോവൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് നോവൽ ഈസ് എ ലോങ് ഫിക്ഷണൽ വർക്ക് വിച്ച് ഹാസ് ഗോട്ട് കോംപ്ലെക്സ് പ്ലോട്ട് ആൻഡ് എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കാണിക്കാൻ പറ്റും. ബിക്കോസ് ജസ്റ്റ് we know that it is a lengthier one, it is a long fictional prose. So definitely അത് പറയാനായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. ഒത്തിരി സമയം കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യം പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നോവൽ എന്ന് പറയുന്നത് എപ്പിസോഡിക്കായിട്ടോ ചാപ്റ്റർ വൈസ് ആയിട്ടോ ഒക്കെ പാർട്സ് ആയിട്ടോ ഡിവിഷൻസ് ധാരാളം ഉണ്ടായിരിക്കും. സോ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്, അതാണ് ബിൽഡിങ്സ് റോമനിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഒരു ക്യാരക്ടറിന് ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടേതായിട്ടുള്ള ബിഹേവിയർ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് പ്രകടമായിട്ട് കിട്ടുന്നുണ്ട് ഈ പറയുന്ന നോവൽ എന്ന് പറയുന്ന literary genre. And moving on to the next one, that is short story. In the case of short story, we know that compared to the novel, as the name signifies, it is very short, really short, or can be read in a single setting. It will be basically based on one incident and all that. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെയോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെയോ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടാവുക. ഈ പറയുന്ന പോലെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, പ്ലോട്ട് ഉണ്ടായിരിക്കും, സെറ്റിംഗ് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കുമെങ്കിൽ പോലും നോവലിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവരാനായിട്ട് ഷോർട്ട് സ്റ്റോറിക്ക് സാധിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് ലിറ്ററലി ഹാസ് ഗോട്ട് എ സ്പെസിഫൈഡ് ലെങ്ത്
and all that. It's too short to be published as a volume of its own. Okay, so അപ്പോൾ അതുകൊണ്ട് നമുക്കെപ്പോഴും ഷോർട്ട് സ്റ്റോറീസ് അവൈലബിൾ ആവുന്നത് ഒറ്റയ്ക്കായിട്ടല്ല, കുറച്ചധികം ഷോർട്ട് സ്റ്റോറീസ് ആ രീതിയിലാണ് നമുക്കത് അവൈലബിൾ ആവുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ബി ഓഫ് മേ ബി ഒരു 1000 വേർഡ്സൊക്കെ ആകുമ്പോൾ അതിന് അല്ലെങ്കിൽ 2000 5000 അത്രയും മാക്സിമം വേർഡ്സൊക്കെ വരാറുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ നോവല്ല ആൻഡ് ഓൾ ദാറ്റ്. നോവലിൻ്റെയും ഷോർട്ട് സ്റ്റോറിയുടെയും ഇടയിൽ നിൽക്കുന്ന നോവല്ല, നമുക്കതിലേക്ക് വരാം. എനിവേ, ദ ഷോർട്ട് സ്റ്റോറി മേ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ അനക്ഡോട്ട് ബൈ ഇറ്റ്സ് മെറ്റിക്കുലസ് ആൻഡ് ഡെലിബറേറ്റ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് വിച്ച് മേ ഇൻവോൾവ് ഡെഫിനിറ്റ് പ്ലോട്ട് സ്ട്രക്ചർ, കോംപ്ലെക്സിറ്റി ഓഫ് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഓഫൺ എ പോയിൻ്റ് ഓഫ് വ്യൂ ഫ്രം വിച്ച് ദ സ്റ്റോറി ഈസ് ടോൾഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് വളരെ ചെറുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സ്പെസിഫൈഡ് ആയിരിക്കണം, വളരെ ടു ദ പോയിൻ്റ് ആയിരിക്കണം. കാരണം കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മിനിമം ലെങ്ത്തിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണമെങ്കിൽ അത്രമാത്രം എഫേർട്ട് വേണം. ഹോപ്പ് യു കുഡ് ബി ഏബിൾ ടു റിമെമ്പർ വൈൽ വി ഹാഡ് ലേൺ ലിറ്റററി ക്രിറ്റിസിസം, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വെൻ ഹി സേസ് ദാറ്റ് ട്രാജഡി ഈസ് സുപ്പീരിയർ ടു എപ്പിക്, ഹി സേസ് ദാറ്റ് എപ്പിക് ഹാസ് ഗോട്ട് limitless options, but whereas tragedy it is limited, especially with its time and all that. So it has got a kind of concentrated effect. ഒരു കോൺസെൻട്രേറ്റഡ് ഇഫക്റ്റ് ഉണ്ട് ഈ പറയുന്ന ഡ്രാമയ്ക്ക് അല്ലെങ്കിൽ ട്രാജഡിക്ക്. ഒതുക്കി പറയുമ്പോൾ അത് കൊടുക്കുന്ന ഒരു പഞ്ചുണ്ട്. ആ പഞ്ച് കൊടുക്കാനായിട്ട് എപ്പോഴും ഷോർട്ട് സ്റ്റോറിക്ക് അല്ലെങ്കിൽ ചെറുകഥയ്ക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അത് അത്ര ഭംഗിയായിട്ടുള്ള ഒരു വെൽ നിറ്റായിട്ടുള്ള പ്ലോട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. ക്യാരക്ടറൈസേഷനും എല്ലാം പ്ലോട്ടും എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഫ്രം ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് നറേറ്റീവ്സ് in Old Testament or stories from New Testament, the New Testament parables of prodigal son and good Samaritan, നല്ല സമറിയാക്കാരൻ്റെയും ധൂർത്തപുത്രൻ്റെയും കഥകളൊക്കെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാകാം എന്നുള്ളൊരു നിഗമനമുണ്ട്. ഓർ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഫ്രം ദ ഫോക്ക് ടെയിൽസ് ഓഫ് ഫേബിൾസ് വിച്ച് വാസ് ഇൻ ദ ഓറൽ ഫോംസ് ആൻഡ് ഓൾ ദാറ്റ്. ഓർ ഇറ്റ് ക്യാൻ ബി ഫ്രം ദ അറേബ്യൻ നൈറ്റ്സ്, അറബിക് കഥകൾ ഫേബിൾസ് എന്നാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ബൊക്കേഷ്യോയുടെ ജിയോവാനി ബൊക്കേഷ്യോയുടെ ഡെക്കാമെറോൺ ആസ് ദ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ്, ഡെക്ക മീൻസ് 10, 10 ദിവസത്തെ ആളുകളിങ്ങനെ പറയുന്ന കഥകൾ, അല്ലെങ്കിൽ ജെഫ്രി ചോസറിൻ്റെ പല പല ആളുകൾ പറഞ്ഞ കുട്ടി കുട്ടി കഥകൾ, കാൻറ്റബറി എന്ന് പറഞ്ഞ കത്തീഡ്രലിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ അവർ നറേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ യാത്രയുടെ ആ ഒരു ടീഡിയസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കുറക്കാനായിട്ട് അവർ പറഞ്ഞു പോയിട്ടുള്ള കഥകൾ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ലിറ്റററി ജാനറിൻ്റെ തുടക്കത്തിന് കാരണം എന്നൊരു അസംഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. But we can find one particular name here, that is Edgar Allan Poe, the American writer, poet. He was the person who called this short story as an established genre. അദ്ദേഹമാണ് ഇതിനെ ഒരു എസ്റ്റാബ്ലിഷ് ജാനർ ആയിട്ട് വിളിച്ചിട്ടുള്ളത്. And we can see the famous short story writers such as Anton Chekhov, Henry James, Nathaniel Hawthorne, Guy de Maupassant, E.T.A. Hoffmann, or Frank O'Connor, O. Henry, Catherine Mansfield, Franz Kafka again, then George Louis Borges, Ray Bradbury, ആലിസ് മുൺറോ. ഇതിൽ കുറച്ച് പേരൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, ബിക്കോസ് യു ഹാവ് ഫ്യൂ ടെക്സ്റ്റ് ടു ലേൺ ഫ്രം ബൈ ദീസ് റൈറ്റേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ നമ്മൾ നോവൽ കഴിഞ്ഞു, ഷോർട്ട് സ്റ്റോറി കഴിഞ്ഞു. നോവൽ എന്ന് പറയുന്നത് ലെങ്തിയർ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഫിക്ഷണൽ നറേറ്റീവാണ്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് പോസിബിളാണ്, ഒരു പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ പെർഫെക്റ്റ് ആയിട്ട് പോസിബിളാണ്, അതിൽ ഒരുപാട് ഇവൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്ലി പോർട്രേറ്റ്. whereas short story it is very short in length and the characterization complexity is there and it can be read in one single sitting and all that. We can't find any character development there. Moving on to the next one, which comes in between this short story and novel, that is novella. So novella refers to a fictional prose narrative that falls between the novel and the short story in both length and complexity. So if it exceeds the length of a short story, which is lesser than the length of a novel, we can call it as a novella. അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അമ്മാത്തുനിന്നിറങ്ങി ഇല്ലത്തൊട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ ആ വേർഡ് ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത്, നോവല്ല എന്ന് വിളിക്കുന്നത്. രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു ലെങ്ത്തും കോംപ്ലെക്സിറ്റിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഷോർട്ട് സ്റ്റോറീനെക്കാട്ടിലും വേർഡ് കുറച്ചും കൂടെ
വേർഡ് ലിമിറ്റ് കൂടുതലാണ്. എന്നാൽ അതേസമയം തന്നെ നോവലിൻ്റെ അത്ര വേർഡ് ലിമിറ്റും ഇല്ല. അങ്ങനെ സ്പെസിഫൈഡ് ഏകദേശം ഒരു കണക്കൊക്കെ നമുക്കിങ്ങനെ വെച്ച് നോക്കാനായിട്ടൊക്കെ സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ നോവല്ലാസിനെ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നോവല്ലാസ് എന്ന് വിളിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ജാനറിനെ. ഓക്കെ, a particular novella may be substantial enough to publish in a separate volume or concise enough to be included in a collection of other relatively short pieces. Some well-known works belonging to the genre: Herman Melville's Billy Budd, Kate Chopin's The Awakening, Joseph Conrad's Heart of Darkness, James Joyce's The Debt, Thomas Mann's Death in Venice, Franz Kafka's The Metamorphosis, and Saul Bellow's Seize the Day. അപ്പോൾ ഈ പറയുന്ന വർക്കുകളൊക്കെ നോവലിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ അതിനെ ഒരു ഒറ്റയ്ക്കൊരു വർക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും, ചെറിയൊരു ബുക്ക്ലെറ്റായിട്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു വർക്ക്സിൻ്റെ കൂട്ടത്തിൽ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അത് അതിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാ പറഞ്ഞത്, രണ്ടുമല്ലാത്ത, നോവലും അല്ല എന്നാൽ ഷോർട്ട് സ്റ്റോറിയും അല്ലാതെ നിൽക്കുന്ന ഒരു വർക്ക് ഓഫ് പ്രോസിനെയാണ് അല്ലെങ്കിൽ ഒരു നറേറ്റീവിനെയാണ് നമ്മൾ നോവല്ല എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രെഡസസർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ഇറ്റാലിയൻ ആൻഡ് ഫ്രഞ്ച് ടെയിൽസ് റിട്ടൺ ബിറ്റ്വീൻ ദ 14th and 16th centuries. നോവല്ലയുടെ വേറൊരു പേര്, അല്ലെങ്കിൽ നോവല്ല, പണ്ട് നോവല്ല എന്ന് പറഞ്ഞാൽ അത് ഇറ്റാലിയൻ ഓർ ഫ്രഞ്ച് ടെയിൽസിനെയാണ്. 2 പേജസ് നീളം മാത്രമുള്ള വർക്ക്സിനെയാണ് പണ്ട് നോവല്ല എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പോലെയല്ല, ഇന്ന് നമ്മൾ വിളിക്കുന്ന നോവല്ല എന്നുള്ള മീനിങ് അല്ല പണ്ട് അതിനുണ്ടായിരുന്നത്. ഡെഫിനറ്റ്ലി ദ പ്രോസ് നറേറ്റീവ്സ് ഫൗണ്ട് ഇൻ Boccaccio DECAMERON is an example, is the best example, is an ideal example for novellas. Okay, so the novel, the short story and the novella share some traits. These fictional narratives focus on a character or characters that interact in a given social setting, and they narrate a particular point of view, and they are based on some sort of plot, a sequence of events leading to a resolution that is designed to reveal aspects of the characters. When literary prose narratives make use of biographical, historical or contemporary facts along with the fiction, they are referred to by compound names such as fictional biography, historical novel and the non-fiction novel. സോ ഡെഫിനറ്റ്ലി ഇത് മൂന്ന് ക്ലാസിഫിക്കേഷനായിട്ട് പറയുമെങ്കിലും നോവൽ, ഷോർട്ട് സ്റ്റോറി ഓർ ദിസ് നോവല്ല, ഇതിനെ മൂന്നായിട്ട് പറയുമെങ്കിലും they share a kind of common traits. എല്ലാവർക്കും കോമൺ ആയിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. എല്ലാത്തിലും പ്ലോട്ട് ഉണ്ടായിരിക്കും, എല്ലാത്തിലും ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലതിലൊക്കെ അത്ര വ്യക്തമല്ലെങ്കിലും ചിലതിൽ വ്യക്തമായ രീതിയിലുള്ള സെറ്റിങ്സ് ഉണ്ടായിരിക്കും. സംതിങ് ദേ ഹാവ് സം പോയിൻ്റ് ഓഫ് വ്യൂ ടു എക്സിബിറ്റ് അല്ലെ, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായിരിക്കും. ആ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും റെസൊല്യൂഷൻ ആയിരിക്കാം. So all these are the common traits that we can find in all these fictional works: novel, short story and novella. So just we can go through the major factors or traits we can find here. That is, one is plot, the other one is character, and the third one is atmosphere. Beginning with the plot. Yes, the plot which Aristotle mentioned as the soul of tragedy. അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്റ്റിൽ ട്രാജഡിയുടെ സോൾ, ആത്മാവ്, ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് പ്ലോട്ടാണ്. അതേ പ്ലോട്ടിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയാനായിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി വാട്ട് ഇസ് പ്ലോട്ട്? So plot is the pattern of events and situations in a narrative or dramatic work as selected and arranged both to emphasize relationships between incidents and to elicit particular artistic and emotional effects. In her book, The Anatomy of the Novel, Marjorie Bolton says, the plot is important to a novel much as the skeleton is important to a human body. It is simple compared with some other systems, but it gives the organisms its structure and holds it together. സോ ഡെഫിനറ്റ്ലി പ്ലോട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിലാണ്, ഒരു കഥയുടെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലോട്ട് എന്ന് വിളിക്കുന്നത്. അതിലെ ഇൻസിഡൻസിനെയൊക്കെ, അതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ, അതിൽ പറയുന്ന കാര്യങ്ങളെയൊക്കെ ചേർത്ത് ഭംഗിയാക്കി നിർത്തുന്നത് പ്ലോട്ട് എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്റ്റാണ്, ഈ ഒരു ഫാക്ടറാണ്. ആൻഡ് ഇഫ് വി ലീവ് ദിസ് മേജർ ഫാക്ടർ we can find a work structureless. എന്താണോ ആ വർക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ, എന്ത് തന്നെയാണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകും if it has got any default with this plot. The plot is the selected version of events in a certain order and duration as presented to the reader or audience, whereas story is the chronologically ordered sequence of events or the sequence of events in their natural order. The story is not directly available to the reader because the story is an abstraction, a chronologically ordered summary constructed from the narrative.
ഇവിടെ നമുക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. സ്റ്റോറിയും പ്ലോട്ടും തമ്മിലൊരു ഡിഫറൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറി എന്ന് പറയുന്നതും പ്ലോട്ട് എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഓർ വി ക്യാൻ ഹിയർ ഇറ്റ് ഫ്രം E.M. Forster from his book Aspects of the Novel. He says that a story is a narrative of events arranged in time sequence. A plot is also a narrative of events, the emphasis falling on causality. So that might be a cause. പ്ലോട്ടിൻ്റെ വ്യത്യാസം അതാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. ദ കിങ് ഡൈഡ് ആൻഡ് ദെൻ ദ ക്വീൻ ഡൈഡ് ഇസ് എ സ്റ്റോറി. ദ കിങ് ഡൈഡ് ആൻഡ് ദെൻ ദ ക്വീൻ ഡൈഡ് ഓഫ് ഗ്രീഫ് ഇസ് എ പ്ലോട്ട്. അപ്പോൾ രാജാവ് മരിച്ചു, രാജ്ഞി മരിച്ചു എന്നുള്ളതാണ് കഥയെങ്കിൽ, രാജാവ് മരിച്ചതിൻ്റെ ദുഃഖം താങ്ങാനാവാതെയാണ് രാജ്ഞി മരിച്ചത് എന്ന് പറയുന്നതാണ് പ്ലോട്ട് എന്ന് പറയുന്നത് എന്നാണ് E.M. ഫോസ്റ്റർ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള റൈറ്റർ അദ്ദേഹത്തിൻ്റെ ആസ്പെക്ട്സ് ഓഫ് ദി നോവൽ എന്ന് പറയുന്ന വർക്കിൽ പറയുന്നത്. ഇതേ കോൺസെപ്റ്റിനെ, പ്ലോട്ട് ആൻഡ് സ്റ്റോറി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തന്നെയാണ് റഷ്യൻ ഫോർമുലിസ്റ്റ് സ്യൂസെ ആൻഡ് ഫാബുല എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ സ്യൂസേത്ത് ഇസ് ദ plot and fabula is the story. But unlike Forster, they did not emphasize the causality. Rather, they argued that the literary devices such as rhythmic patterns, syntax, and imagery used by an author convert a story into a plot. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റോറിയെ പ്ലോട്ടാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് റഷ്യൻ ഫോർമുലിസ്റ്റുകൾ സ്യൂസെ ആൻഡ് ഫാബുല എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിലൂടെ പറഞ്ഞു വെച്ചത്. ആൻഡ് വി ക്യാൻ സീ അരിസ്റ്റോട്ടിൽസ് കോൺസെപ്റ്റ് അബൌട്ട് പ്ലോട്ട്. That is, he says that plot is the lifeblood of a tragedy. It is the soul of a tragedy. It is the first principle to be followed. Characters ഒക്കെ സെക്കൻഡറി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ 6 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സിൽ നമ്മൾ കണ്ടിരുന്നത്. Regarding this plot, he says that it must contain 3 major parts. That is beginning, middle, and an end. And the beginning, it must be followed by the middle part. And end must be something that is following the middle part. So there must be a natural sequence or connection between these 3 major parts. But ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് പിന്നീട് പല ആൾക്കാരും മുന്നോട്ട് വരികയുണ്ടായി. പ്ലോട്ട് മാത്രമല്ല, പ്ലോട്ട് ഇല്ലെങ്കിലും ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കഥ നന്നായിട്ട് പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. പ്ലോട്ട് പ്രൈമറി അല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ക്യാരക്ടർ പ്രൈമറി ആണ് എന്നുള്ള രീതിയിൽ, കാരണം ആക്ഷൻസൊക്കെ കൺവേ ചെയ്യുന്നത് ക്യാരക്ടേഴ്സിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരുനെതിരെ ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ടായിരുന്നു. We can find different sorts of characters in a fiction. That is the protagonist, one who is called as the hero or heroine of that particular work, the chief character in the plot. It is called as, or he is called as, or she is called as protagonist. And we can see that there must be a person who is opposite to his traits. That person is called as ആൻറ്റാഗണിസ്റ്റ്. സോ പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ആൻറ്റാഗണിസ്റ്റ്. സോ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൊളോക്കിയലി പറയുന്നത് ഹീറോയും വില്ലനും. ഇപ്പോൾ ബാറ്റ്മാൻ്റെ സീരീസൊക്കെ എടുക്കുകയാണെങ്കിൽ ബാറ്റ്മാൻ ഇസ് ദ ഹീറോ ഹൂ ഡൂസ് ഓൾ ദ വിർച്വസ് തിങ്സ്, ഹൂ സേവ്സ് ലൈഫ്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ജോക്കർ ഹൂ ഇസ് ആൻ ഈവിൽ ഡൂവർ. അപ്പോൾ ഈവിൽ ഡൂവറായിട്ടുള്ള അത്തരം ട്രയറ്റ്സും ബാഡ് സൊസൈറ്റിയിലെ ആൻറ്റി സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആളാണ് ആൻറ്റാഗണിസ്റ്റായിട്ട്, വില്ലനായിട്ട് വരുന്നത്. ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. വി ക്യാൻ ഫൈൻഡ് ആൻറ്റി ഹീറോ ഇൻ ദ വർക്ക്. That is in the modern fiction and drama or in films, just like Devasuram or Narasimham, we can find or Aram Thamburan, ഈ പറയുന്നതിലൊക്കെ ക്യാരക്ടേഴ്സ് ഓർ ബിഗ് ബി ഇതിലത്തെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്, ഓർ ലേറ്റസ്റ്റ് ആയിട്ട് ലൂസിഫർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഹീറോ എന്ന് പറയുന്ന, പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്ന ആൾ അത്രയും വിർച്വസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അദ്ദേഹം ഒരു കൊള്ളക്കാരനോ കൊലപാതകിയോ ഡോണോ ഒക്കെ ആയിരിക്കാം. സോ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ if a protagonist sometimes exhibits the opposite of the characteristics of a typical hero, such a character is called as an anti-hero. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത് ഹീറോ, ചീഫ് ക്യാരക്ടറായിട്ടുള്ള ആളായിരിക്കും, അയാൾ നല്ലൊരു മനുഷ്യനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആൾ വളരെയധികം വില്ലനസ് ആയിട്ടുള്ള ഈവിൾ ഡൂവർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്ന ആളൊരു ഈവിൾ എലമെൻ്റ് ഉള്ള ആളായിരിക്കും, ജസ്റ്റ് ലൈക്ക് മെക്ബത്ത് ഇൻ മെക്ബത്ത്. അപ്പോൾ അവിടെ ആൻറ്റഗണിസ്റ്റ് ആയിട്ട് വരുന്ന ആൾ വിർച്വസ് ഓർ സിമ്പത്തറ്റിക് ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് ദ ക്യാരക്ടർ മെക്ഡഫ്. Okay, so that's all about protagonist, antagonist and anti-hero we mentioned. Next, moving on to the character that is foil. Who is a foil? A character whose qualities or actions serves to emphasize those of the protagonist or of some other character by providing a strong contrast with them is called a foil character.
അപ്പോൾ ആ ക്യാരക്ടറിൻ്റേതായിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാളെ നമുക്ക് ഫോയിൽ എന്ന് വിളിക്കാം. അതുവഴി പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ക്യാരക്ടറിനെ ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കത്തക്ക രീതിയിലായിരിക്കും ഈ ഫോയിൽ ക്യാരക്ടേഴ്സ് വരുന്നത്. ഹാരി പോട്ടറിലാണെങ്കിൽ റോൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഹാരി പോട്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രൈറ്റ്സുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ക്യാരക്ടറിനെ കുറച്ചും കൂടെ, മേജർ പ്രൊട്ടാഗണിസ്റ്റിനെ കുറച്ചും കൂടെ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസിനെ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്യുന്ന ഒരു ആളായിരിക്കും ഫോയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും അത് കാണിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇൻ ജെയിൻ എയർ വി ക്യാൻ ഫൈൻഡ് Jane's school friend Helen Burns, she is a foil to this rebellious heroine. Or in Pride and Prejudice we can see Jane Bennet, she is a foil to the very active character Elizabeth in that particular work. And we can see Confidante. Confidante is a minor or a secondary character in a narrative in whom the protagonist confides his or her secrets and feelings. സോ കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ബാറ്റ്മാൻ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ ആൽഫ്രഡ് എന്ന് പറഞ്ഞ കഥാപാത്രം പ്രൊട്ടാഗണിസ്റ്റിൻ്റെ സീക്രറ്റ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും അടുത്ത മൈനർ ക്യാരക്ടർ ആയിരിക്കും, എന്ന അതേസമയം തന്നെ സെക്കൻഡറി ക്യാരക്ടർ ആയിരിക്കും, എന്ന അതേസമയം തന്നെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് കോൺഫിഡൻറ്റിനെ കണക്കാക്കാം. അപ്പം മീശമാധവൻ എന്ന് പറയുന്ന ഫിലിമിലാണെങ്കിൽ അല്ലെങ്കിൽ ഹരിശ്രീ അശോകനാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരനായിട്ട് കാണുന്നത്, എല്ലാം തുറന്നു പറയുന്ന ഒരാളായിട്ടുള്ളത്. സോ സച്ച് പേഴ്സൺസ് ആർ കോൾഡ് ആസ് confidante. And if a group of characters, just like Brutus and his friend who conspired against the murder of Julius Caesar, so such type of character or a group of characters is called as intrigue. ഓക്കെ, ഇൻട്രീഗ് എന്ന് പറയുന്നത് അത്തരം ക്യാരക്ടേഴ്സിനെയാണ്. പിന്നെ നമുക്കറിയാം പലപ്പോഴും പല കഥകളിലും ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന് സബ് പ്ലോട്ട്സും കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒരു മെയിനായിട്ടുള്ള ക്യാരക്ടറിൻ്റെ കഥ പറഞ്ഞു പോകുമ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു കഥയിലേക്കും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കഥയും കൂടെ ഒപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ we can call it as a subplot. So a narrative can have one or more plot lines, that is events can center around one or more group of characters. Single plot novels are now comparatively rare. Most novels develop multiple plot lines of varying importance. There can be one main plot line and one or more subplot lines. Subplots often serve to broaden our perspective on the main plot. ഇപ്പോൾ അഞ്ചാം പാതിര എന്നുള്ളൊരു കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടുള്ളത് ആ ഒരു കേസന്വേഷണമാണെങ്കിൽ അതിൽ ബെഞ്ചമിൻ്റെ കഥ പറയുന്നത് അതിൻ്റെ സബ്പ്ലോട്ടായിട്ട് കൺസിഡർ ചെയ്യാം. സോ വിൽ ഗെറ്റ് എ കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ഹിസ് ക്രൈംസ്. എന്തുകൊണ്ടാണ് ഈ ക്രൈംസ് ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റിഫിക്കേഷനായിട്ട് ആ സബ്പ്ലോട്ട് മാറുന്നു. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ മെയിൻ പ്ലോട്ടിനെ സെർവ് ചെയ്യുകയാണ്. ബേസിക്കലി മെയിൻ പ്ലോട്ട് കാണുന്ന അല്ലെങ്കിൽ മെയിൻ പ്ലോട്ട് വായിച്ചു പോകുമ്പോൾ ആ ആളുകളിലേക്ക് ആ തോട്ടിനെ ഒന്നുകൂടെ ബ്രോഡൻ ചെയ്യിപ്പിക്കുകയാണ് ഈ പറയുന്ന സബ് പ്ലോട്ടുകൾ ചെയ്യുന്നത്. ഓക്കെ, so next we can find Freytag's pyramid or Freytag's that's triangle. We can find this Freytag's pyramid in his work Technique of the Drama in the year 1863. He is a German writer and critic, that is Gustave Freytag. ഫ്രൈറ്റാഗിൻ്റെ ഈ ഒരു പിരമിഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുമ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ പ്ലോട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ച സമയത്ത് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ദിസ് ട്രയാങ്കിൾ ഹാസ് ഗോട്ട് ഫ്യൂ പാർട്സ്, ഓർ വി ക്യാൻ സേ ദറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് ബേസിക്കലി ടു പാർട്സ്. വൺ ഇസ് ദ കോംപ്ലിക്കേഷൻ പാർട്ട് ആൻഡ് അതർ വൺ ഇസ് ഡെയ്നുമ. അരിസ്റ്റോട്ടലിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്ന് കോംപ്ലിക്കേഷൻ പാർട്ടും മറ്റൊന്ന് ഡെയ്നുമയാണ്. അതിൻ്റെ റെസൊല്യൂഷനുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഫ്രൈറ്റാഗിൻ്റെ പിരമിഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ എക്സ്പൊസിഷൻ ഓർ ഇൻട്രൊഡക്ഷൻ. ആൻഡ് ഒരു സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെ അതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ സീ സം പ്രോബ്ലം വിൽ അറൈസ് ആൻഡ് എ കൈൻഡ് ഓഫ് റൈസിങ് ആക്ഷൻ വിൽ ഒക്കർ. ആ പ്രോബ്ലം റൈസ് ചെയ്ത് കുറേ ഇടയിൽ കുട്ടി വീണ്ടും പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ആൻഡ് ദെൻ ഇറ്റ് വിൽ റീച്ച് ഇറ്റ്സ് സെനിത്ത്, ക്ലൈമാക്സിലെത്തുന്നു. ക്ലൈമാക്സിലെത്തി കഴിയുമ്പോഴത്തേക്കും ദർ വിൽ ബി സം സോർട്ട് ഓഫ് ആക്ഷൻ, ദർ വിൽ ബി ഫോളിങ് ഓഫ് ആക്ഷൻ. പിന്നീട് അവിടെ നിന്നെല്ലാം അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് കെട്ട് അഴിഞ്ഞു വരികയാണ്. അൺടൈയിങ് നോട്ടാണ്.
In rising action, we can see it is a kind of tying knot. ഊരാക്കുടുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അൺടൈയിങ് നോട്ടാണ് ഫോളിങ് ആക്ഷനിൽ സംഭവിക്കുന്നത്. ഓരോന്നോരോന്ന് തിരിച്ചറിയുന്നു, ആരാണ് തെറ്റ് ചെയ്തതെന്ന് വെളിവാകുന്നു. അനഗ്നോറിസിസ്. അറ്റ് ഫസ്റ്റ് ദർ വാസ് എ പെരിപെറ്റിയ ആൻഡ് ദെൻ ഡ്യൂറിങ് ദ ഫോളിങ് ആക്ഷൻ വി ക്യാൻ ഫൈൻഡ് ദിസ് അനഗ്നോറിസിസ്. എവറിത്തിങ് വിൽ ബി ഷോൺ ഓർ എവറിത്തിങ് വിൽ ബി പ്രൂവ്ഡ് അറ്റ് ദാറ്റ് പാർട്ട്. എവറിത്തിങ് വിൽ ബി റീകൺസൈൽഡ് അറ്റ് ദാറ്റ് പാർട്ട്. ആരുടെ ഭാഗത്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നൊക്കെ അങ്ങനെ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും tragedy ആണെങ്കിൽ what will happen? The end would be catastrophic. And if it is a comedy, it will be a kind of resolution, a kind of solution. അപ്പോൾ ഇതിൽ ഡെയ്നമ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് ഭാഗത്തിനെയാണ്. അത് ട്രാജഡിയിലാകുമ്പോൾ കറ്റാസ്ട്രഫി ആയിട്ട് മാറുന്നു, കോമഡിയിലാകുമ്പോൾ റെസൊല്യൂഷനായിട്ട് മാറുന്നു. ആൻഡ് വി ക്യാൻ സീ ദിസ് പ്ലോട്ട് സ്ട്രക്ചർ. ഈ ഫ്രെയ്റ്റാഗിൻ്റെ ഈ പ്ലോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ പിരമിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കൺവെൻഷണൽ വേ ഓഫ് പ്ലോട്ട് കൺസ്ട്രക്ഷൻ വിച്ച് വാസ് ബേസ്ഡ് ഓൺ അരിസ്റ്റോട്ടിൽസ് കോൺസെപ്റ്റ് ഓഫ് പ്ലോട്ട് ആൻഡ് ഓൾ ദാറ്റ്. In the 19th or 20th century, we can see a kind of challenging experiments happened in this story narrative or plot structure and all that. There we can find in the case of plot or narrative or the order or the character development, എല്ലാത്തിലും മാറ്റങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ most of the modern and post-modern novels are in non-linear narratives with a lot of digressions. Many novels have open ending and some novels such as John Fowles The French Left-Hand Women, അത് മൾട്ടിപ്പിൾ എൻഡിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു എൻഡിങ്ങിൽ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ മറ്റൊരു എൻഡിങ് കൊടുക്കാം. hope you remember the വെരി ഫണി ഫിലിം പോപ്പിൻസ്. സോ പോപ്പിൻസ് എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ വ്യത്യസ്തമായിട്ടുള്ള എൻഡിങ്സ് കൊടുക്കുന്നുണ്ട്. ഓഡിയൻസിന് സാറ്റിസ്ഫൈഡ് ആകുന്ന എൻഡിങ് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഫിക്ഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. നോ തിയറി ഓർ ഡെഫിനിഷൻ ഓഫ് പ്ലോട്ട് ക്യാൻ നൗ കവർ adequately the variety of works by Joyce, Bulgakov, Graham Greene, Ivy Crumpton Burnett, Heinrich Boll, Michael Butter, William Burroughs, Robert Greeley, Len Dayton, etc.